പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 36 അധ്യായം 9 വാക്യം. കർത്താവേ, അങ്ങയുടെ പക്കൽ ജീവന്റെ ഉറവിയുണ്ട്. അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങൾ വെളിച്ചം കാണുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം നമ്മോട് അത്യന്ത സ്നേഹത്തോടെ ഒരു സത്യം വിളിച്ചു പറയുന്നു. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉറവിടം ദൈവം തന്നെയാണ്. ഉറവയുണ്ടെങ്കിൽ വെള്ളം ഒരിക്കലും തീരുകയില്ല, വറ്റിപ്പോകുകയുമില്ല. അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് പ്രത്യാശയും ശക്തിയും ഒരിക്കലും ക്ഷയിച്ചു പോകുകയില്ല. നമ്മുടെ ജീവിതയാത്രയിൽ നാം ചിലപ്പോൾ ക്ഷീണിതരായി മാറിയേക്കാം, മനസ്സുകൾ ഭാരപ്പെട്ടേക്കാം, വഴികൾ മങ്ങിയതായി തോന്നിയേക്കാം. എന്നാൽ സൂര്യൻ ഓരോ പ്രഭാതത്തിലും ഉദിക്കുന്നത് പോലെ ദൈവം ഇന്ന് നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവിടുത്തെ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നലകളിൽ നമുക്ക് മറവായിരുന്ന, കാണപ്പെടാതിരുന്ന വഴികൾ ഇന്ന് വ്യക്തമായി കാണുവാൻ ഇടയായിട്ട് തീരും. ദൈവത്തിന്റെ വെളിച്ചം നമ്മെ കുറ്റപ്പെടുത്തുവാനല്ല, നമ്മെ ഉയർത്തുവാനും ശക്തിപ്പെടുത്തുവാനുമാണ്. തളർന്ന നമ്മുടെ മനസ്സുകൾക്ക് ആശ്വാസവും, കരഞ്ഞ കണ്ണുകൾക്ക് സന്തോഷവും, ഭയപ്പെട്ട ഹൃദയങ്ങൾക്ക് സമാധാനവും, വഴിതെറ്റിയ നമ്മുടെ കാലടികൾക്ക് ശരിയായ ദിശയും അവിടുത്തെ വെളിച്ചം നൽകുന്നു. നമ്മുടെ ശക്തി നമ്മുടെ സ്വന്തം കഴിവുകളല്ല, കർത്താവിന്റെ സാന്നിധ്യം തന്നെയാണ്. നാം കാണാത്ത വഴികളിലും കർത്താവ് നമുക്ക് മുമ്പേ നടക്കുന്നത് കൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. കർത്താവിന്റെ കരം നമ്മുടെ കൈകളെ പിടിച്ചിരിക്കുന്നു. അതിനാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ കണ്ണുകൾ ഇരുട്ടിലേക്കല്ല, കർത്താവിന്റെ പ്രകാശത്തിലേക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് ഉയർത്തുവാൻ ഇടയായി തീരട്ടെ. അപ്പോൾ നമ്മുടെ ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. നമ്മുടെ വാക്കുകൾ പ്രത്യാശയായി മാറും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറും. ഇനിയുള്ള ദിവസം മുഴുവനും കർത്താവിന്റെ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ വീടുകളിലും നമ്മുടെ പ്രവർത്തികളിലും ദൈവത്തിന്റെ വെളിച്ചം നിറയട്ടെ. കർത്താവിന്റെ ജീവന്റെ ഉറവയിൽ നിന്ന് പുതുശക്തിയും പുതു സന്തോഷവും നമുക്കെല്ലാവർക്കും സമൃദ്ധിയായി ലഭിപ്പാൻ ഇടയായി തീരട്ടെ. അതിനായി നമ്മളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.